ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആറ്റുവാശ്ശേരി കുടുംബം നീയുമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല. ഇറങ്ങി പൊയ്ക്കോണം ഇവിടുന്ന്. നോക്കി നിൽക്കാതെ പോടി ഇവിടുന്ന്. ഞാൻ പോന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചതാ. പക്ഷെ ചേച്ചി എന്നെ നിർബന്ധിച്ചു. അച്ഛനോടും അമ്മയോടും പറയണമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. നീ വലിയ ആളായി കഴിയുമ്പോ അവര് നിന്റെ പിന്നാലെ വന്നോളൂ എന്നൊക്കെ ചേച്ചി പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല. ഈ പ്രിയ പറയുന്ന സത്യമൊന്നും അല്ല അച്ഛാ. ഞാൻ പറയുന്ന സത്യം അച്ഛാ. ഇവിടെ കണിമംഗലത്ത് പോലും ആരോടും പറയണ്ടെന്നാ ചേച്ചി പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഞാൻ കരുതിയത് എപ്പോഴെങ്കിലും അച്ഛനോട് ചേച്ചി പറഞ്ഞിട്ടുണ്ടാവുമെന്നാ. നീ ഫോൺ വെച്ചോ. ശരി അച്ഛാ. കേട്ടില്ലേ? ഇവളാരെയും അറിയിച്ചിട്ടില്ല. അവള് ജീവിക്കുന്ന കണിമംഗലത്തെയും ആരെയും അറിയിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഇവളുടെ ഉദ്ദേശം എന്താ? എന്താടി കാണിച്ചത്? എന്താ നീ കാണിച്ചെന്ന്? മുത്തശ്ശി പറയുന്നൊക്കെ സത്യം തന്നെയാണോ? പ്രിയങ്ക കണിമംഗലത്ത് നിന്ന് ഇറക്കാനാണോ നീ നോക്കിയത്? അമ്മേ, ഇനിയൊരു വിശദീകരണം ഇവിടെ ആർക്കും കേൾക്കണ്ട. എനിക്കിനിയൊരു വിശദീകരണം കേൾക്കുകയും വേണ്ട. വാക്കിന് വില കൽപ്പിക്കുന്ന ദേവനാരായണന് വാക്ക് തെറ്റിക്കുന്നവരെ ശത്രുക്കളെ പോലെ കണ്ടാ ശീലം. ദൈവം വാക്ക് മാറ്റിയാൽ പോലും നിന്റെ വാക്കുകൾക്ക് മാറ്റം വരില്ല എന്ന് വിശ്വസിച്ചിരുന്നവനാ ഞാൻ. ജീവശ്വാസം പോലെ നിന്നെ സ്നേഹിച്ചിരുന്ന എന്നെയാ നീ ചതിച്ചത്. ആ നിന്നോട് ഒരിക്കലും ഞാൻ പൊറുക്കില്ല. കടന്നു പോയെന്റെ മുന്നിന്ന്. പറഞ്ഞത് കേട്ടില്ലടി. ഇനി എന്തിനാ നീ നോക്കി നിൽക്കുന്നേ? ഇറങ്ങ, പടിക്ക് പുറത്തിറങ്ങാൻ. മുത്തശ്ശി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പ്രിയങ്ക എന്നോട് എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ നിന്നോട് ഇനി വായിട്ട് അലക്കണ്ടെന്നല്ലേടി പറഞ്ഞത്? ദേവന് വേണ്ടാത്ത നിന്നെ ആറ്റുവാശ്ശേരിക്കും വേണ്ട. മുത്തശ്ശി, ഇങ്ങോട്ട് ഇങ്ങോട്ട് പോ. അച്ഛാ, മുത്തശ്ശി ഇറങ്ങടി അങ്ങോട്ട്. ദേവേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങോട്ട് ഇറങ്ങാൻ. മുത്തശ്ശി, ദേവേട്ടാ, മുത്തശ്ശി അല്ല. പോടി അങ്ങോട്ട്. ദേവേട്ടാ, 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 കഥവ് തുറക്ക്. ആറ്റുവാശ്ശേരി കുടുംബം നീയുമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല. ഇറങ്ങി പൊയ്ക്കോണം ഇവിടുന്ന്. നോക്കി നിൽക്കാതെ പോടി ഇവിടുന്ന്. ദേവേട്ടാ, വാതിൽ തുറക്ക്. ദേവേട്ടാ, കഥക് തുറക്ക്. ദേവേട്ടാ, ദേവേട്ടാ. യശോദേ, അവൾ എന്നേക്കുമായിട്ട് പുറത്തുപോയി. തിരിച്ചു വിളിക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലുണ്ടല്ലോ. എന്റെ കൃഷ്ണ, ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കുക? ഇത്രയുണ്ടായിരുന്നുള്ളൂ.
എന്നോടുള്ള വിശ്വാസം. അച്ഛൻ എന്നെ ആട്ടി പുറത്താക്കിയത് ഞാൻ ചത്തതിന് തുല്യല്ലേ. എനിക്കിനി എങ്ങോട്ടാ പോവാനുള്ളത്? എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 3-4 വട്ടം അതിനെക്കുറിച്ച് ആലോചിക്കണം. എന്നിട്ട് അത് ശരിയാണെന്ന് മനസ്സിൽ പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് ചെയ്യാവൂ. വേണ്ട, അവിടെ ചെന്നാലും ആദ്യം സ്വീകരിക്കായിരിക്കും. അത് കഴിഞ്ഞാലും ഇതുപോലെ ആട്ടി പുറത്താക്കും. എനിക്കാരുമില്ല, ഞാൻ അനാഥയാ. അനാഥ പെണ്ണിനെ തെരുവ് തന്നെയാ ശരണം. ദേവേട്ടാ, ദേവേട്ടാ, ഒന്ന് വാതിൽ തുറക്ക്. ദേവേട്ടാ, ഓ, അവസാനം അവള് പടി ഇറങ്ങി. ദേവേട്ടാ, എന്തൊരു ചാമേ, മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല എടുത്തേ. ഒന്ന് കണ്ണടയ്ക്കുമ്പോ 1000 ദുസ്വപ്നങ്ങളാ. മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാരോ പറയുന്ന പോലെ. അവള് സ്കൂളിലും വന്നില്ല. അവളുടെ പിറന്നാൾ ആഘോഷിക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന അനാഥമായി.